അങ്ങനെ ഹെയർ ട്രാൻസ്പ്ലാന്റും അതുപോലെ പല്ലിലൊക്കെ ഈ കമ്പിയൊക്കെ ഇട്ടതിന് ശേഷം എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ് വ്ളോഗ് നമ്പർ 38. യെസ്, ശരിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഡിസ്ക്രിപ്ഷനിൽ കണ്ടതുപോലെ എൻ്റെ വീടിൻ്റെ ഒരു ഹോം റെനോവേഷനാണ്. യെസ്, അങ്ങനെ എൻ്റെ വീട്ടിൽ ചെറിയൊരു പണി നടക്കുകയാണ്, ഒരു ഹോം റെനോവേഷനാണ്. ശരിക്കും പറഞ്ഞാൽ ഇതാണ് എൻ്റെ വീടിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത്. സോ അത് നമ്മുടെ ഇടവഴി, ആ ഗേറ്റ് വഴി നമ്മൾ വരുന്നത്. ഇതാണ് എൻ്റെ വീടിൻ്റെ ഒരു ഫ്രണ്ട് വഴി. അപ്പോൾ ഈ ഫ്രണ്ടിൽ എന്ന് പറയുമ്പോൾ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ കുറച്ച് റെനോവേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ റെനോവേഷൻ എങ്ങനെയാണ്, ഏതാണ് എന്ന് പറയുന്നതിൻ്റെ ചെറിയൊരു വീഡിയോ ആയിരിക്കും. കാരണം കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എനിക്ക് തന്നെ കാണണം എൻ്റെ വീട് ഇങ്ങനെയാണല്ലോ റെനോവേറ്റ് ചെയ്തതെന്നുള്ളത്. അപ്പോൾ ഞാൻ ഗേറ്റ് തുറന്നിട്ട് ആ ഭാഗത്തുണ്ടായ ഒരു ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ആ ഗേറ്റ് തുറക്കുന്ന ഡിഫറൻസിലേക്ക് നമുക്ക് പോവാം. ഓക്കെ. സോ ഗൈസ്, ഇതാണ് എൻ്റെ വീടിൻ്റെ ഇടവഴി. ഈ ഇടവഴി നമ്മൾ നേരെ ഈ കാണുന്നൊരു ആംഗിളിലേക്ക് മുമ്പ് എങ്ങനെ എത്തിയത് നിങ്ങൾ നോക്കിയിട്ട് വാ. കണ്ടോ, ഇതുപോലെയാണ് എൻ്റെ ഒരു ഭാഗം. എൻ്റെ വീടിൻ്റെ ഈ ഒരു സൈഡ് ഉണ്ടായിരുന്നു ഇങ്ങനെയായിരുന്നു. ഇപ്പോൾ നിങ്ങൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഇതുപോലെ ജനലും കാര്യങ്ങളുണ്ട്, ഇവിടെയും നോർമൽ ജനലും കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. പക്ഷേ ഇതിൽ നിന്നും ഇപ്പം നിങ്ങളിത് ഈ കാണുന്ന ഇതാവാനുള്ളതാണ് ഈ ഫ്രണ്ടിൽ കാണുന്നൊരു റെനോവേഷൻ, അല്ലെങ്കിൽ ഈ ഒരു നമ്മളൊരു ജസ്റ്റ് ലോങ് വിൻഡോ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതൊക്കെ നമ്മളൊന്ന് കെട്ടി അടയ്ക്കും. അതുപോലെ ഇവിടെ ആയിരിക്കും എൻ്റെ ഒരു വാഷ്റൂം ഏരിയ വരാൻ പോകുന്നത്. ഈ ഒരു ഭാഗത്തേക്കായിട്ടായിരിക്കും അനിയത്തിയുടെ റൂം. ആ കാണുന്നതാണ് അനിയത്തി റൂം. അനിയത്തിയുടെ റൂമിലേക്ക് കാണുന്ന ആ നേരത്തെ കണ്ട വീഡിയോയിൽ നിന്നും ഇപ്പോൾ ഈ ഒരു ജനലൊക്കെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് അവിടെ വെച്ചിട്ട് അനിയത്തിയുടെ വാഷ്റൂം വരുന്നത് ഈ ഒരു ഏരിയയിലായിരിക്കും. ഇത് രണ്ടുപേർക്കും നമ്മൾ രണ്ടുപേരുടെയും ഡിവൈഡ് ചെയ്യുന്നൊരു പാർട്ടീഷൻ വരുന്നത്. സോ ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ഡിഫറൻസാണ്. ഇതിൽ നിന്നൊക്കെ ഇനി കുറേ നമുക്ക് മാറി വരാനുണ്ട്, അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ. സോ ഈ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു ഏരിയ ആണ്. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ ഒരു കോൺക്രീറ്റ് ചെയ്യാനാണ് ഈ തടിയൊക്കെ ഇപ്പോൾ കൊണ്ട് വെച്ചേക്കുന്നത്. ഈ ഒരു തടിയും ഇവിടെയൊക്കെ കുറച്ച് തടിയുണ്ട്. ഇത് രണ്ടും ഇപ്പോൾ വീട്ടിൽ ആകെയുള്ളൊരു വണ്ടികൾ ഇത് രണ്ടും മാത്രമാണ്. എൻ്റെ വണ്ടിയൊക്കെ ഓൾറെഡി നേരെ ഞാൻ അങ്കിളിൻ്റെ വീട്ടിൽ കൊണ്ട് വെച്ചേക്കുകയാണ്. കാരണം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഫുൾ പൊടിയാവുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ച് വൃത്തിയാക്കി കുട്ടപ്പനാക്കി ഞാൻ എൻ്റെ അങ്കിളിൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ കൊണ്ട് വെച്ചേക്കുകയാണ്. അപ്പോൾ ഇത് കോൺക്രീറ്റ് ചെയ്യാനുള്ള കുറച്ച് തടികളാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഏരിയ സ്റ്റാർട്ടിങ് ഫ്രം ഈ ഒരു എൻഡിൽ നിന്ന് അത്രയും ഭാഗത്ത് നമ്മൾ ലോൺ ഏരിയ സെറ്റ് ചെയ്യാൻ പോവാണ്. ലോൺ ഏരിയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ജസ്റ്റ് പുല്ലൊക്കെ പിടിപ്പിച്ച് ചെടികളൊക്കെ പിടിപ്പിച്ച് ആ ഒരു രീതിക്ക് ചെയ്യാൻ നോക്കുകയാണ്. അതുപോലെ ഇനി അടുത്തതെന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. ഈ ഏരിയയിൽ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി ഇവിടെയൊക്കെ ഇത് ഇടിച്ച് പൊളിച്ചാണ്. അതുകൊണ്ട് അതാണിത് ഈ വീഡിയോ കണ്ടോ. ഇത് മൊത്തം ഇവിടെ ഇടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ആൾക്കാരൊക്കെ വന്ന് ഇവിടെ നിന്ന് ഇടിച്ച് നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് ഇത്രയും വിടത്തിൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ എക്സ്റ്റൻഷനൊക്കെ നമുക്ക് അകത്ത് പോകുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ മനസ്സിലാവാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ വീട് മൊത്തത്തിൽ നമ്മൾ ഇടിച്ച് പൊളിച്ചിട്ടുണ്ട്. ആ ഇടിച്ച് പൊളിച്ച് എന്തുമാത്രമാണെന്ന് ഇങ്ങടേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, അതിവിടെ മാത്രമല്ല, ഇത്രയും ഇടിച്ചിട്ടുണ്ട്. അത് കൂടെ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു 1/4 ഇടിച്ചിട്ടുള്ളൂ. ഇനിയും ഇടിക്കാൻ കുറേ ഉണ്ട് ഈ വീടിൻ്റെ അകത്ത്. ആക്ച്വലി ഇത്രയേ ഉള്ളൂ എന്ന് ആലോചിച്ചിട്ടാണ് എനിക്ക് മനസ്സിലാവും. കാരണം ഇത്രയും ഇടിച്ചിട്ട് ഇത്രയും ഇതൊക്കെ ഇനി ലോഡ് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുപോകണം. അതാണ് അതിനും വലിയ ടാസ്ക്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ഫ്രണ്ട് ഏരിയ എന്ന് പറയുന്നത്. ഫ്രണ്ട് പോർഷൻ ഇതാണ്. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ നമ്മൾ എൻട്രൻസ് ഇതായിരിക്കും നമ്മൾ സിറ്റ് ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അൽമാര എന്താണെന്നല്ലേ, ഈ ഒരു പ്രോപ്പർട്ടി എന്താണെന്നല്ലേ, ഈ പ്രോപ്പർട്ടി എന്താ ഞാൻ കാണിച്ചു തരാം. സോ നിങ്ങൾ ഈ കാണാൻ പോകുന്നത് എൻ്റെ റൂമാണ്. ഫ്രണ്ട് വരുന്ന എൻ്റെ റൂമാണ്. അപ്പോൾ ഈ റൂം തുറന്നത് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ആക്ച്വലി ഈ റൂം തുറക്കുമ്പോൾ ശരിക്കും ഈ റൂം ആദ്യം എങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങൾ കാണാം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളതും ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ആദ്യം എൻ്റെ റൂം തുറക്കുമ്പോൾ ഇങ്ങനെയായിരുന്നു. ഇതാണ് എൻ്റെ റൂം എന്ന് പറയുന്നത്. ഇവിടെ ആയിരുന്നു എൻ്റെ വാഷ്റൂംസ് എന്ന് വരുന്നത്. ഈ ഒരു ഏരിയയിലായിരുന്നു എൻ്റെ വാഷ്റൂം. അതുപോലെ ഇവിടെ ആയിരുന്നു എൻ്റെ എൻ്റെ ജനൽ ആണെങ്കിലും ഇങ്ങനെയായിരുന്നു എൻ്റെ റൂം. എനിക്ക് ആദ്യം ചെയ്ത് വെച്ചേക്കുന്ന റൂം ഇതായിരുന്നു. ഇവിടെ നിങ്ങൾ കാണുന്നൊരു ജനൽ ഇവിടെ ഉണ്ട്. അതുപോലെ ഇവിടെയും നിങ്ങൾ കാണുന്നൊരു ജനലുണ്ട്. അപ്പോൾ ഇതായിരുന്നു ആക്ച്വലി എൻ്റെ റൂം വരുന്നത്. പക്ഷേ ശരിക്കും എൻ്റെ റൂം ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ശരിക്കും ഇനി ഈ റെനോവേറ്റ് ചെയ്ത് അകത്ത് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ മനസ്സിലായി എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഡോർ തുറക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ റെനോവേറ്റ് ചെയ്തേക്കുന്ന രീതി. ജസ്റ്റ് ഈ വാഷ്റൂമൊക്കെ പോയി കംപ്ലീറ്റ്ലി. ഈ വാഷ്റൂമിൻ്റെ ഈ പാർട്ടീഷൻ കണ്ടോ, ഇത്രയും സ്ഥലം നമുക്കിനി കിട്ടാൻ പോവുകയാണ്. സോ ഈ ഒരു സ്ഥലം എൻ്റെ റൂമിനോട് ചേരും. വിച്ച് മീൻസ് നമ്മൾ ഈ ഒരു വാൾ ഈ ഒരു വോൾ മൊത്തത്തിൽ നമ്മൾ ഇടിച്ച് കളയാൻ പോകണം. വിച്ച് ഇസ് എ മേജർ തിങ്. കാരണം ഇനി അവിടെ ഒരു ബീമൊക്കെ അടിക്കാനുണ്ട്, ഇല്ലെങ്കിൽ ആ ഒരു ബലം പോകും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു റൂമാണ് എൻ്റേത്. ഫ്രണ്ട് ഡോറ് കയറി വരുമ്പോൾ ഫസ്റ്റ് എൻ്റെ റൂമാണ്. ആക്ച്വലി ഇതൊരു കുഞ്ഞു റൂമാണ്. ആക്ച്വലി ഞാൻ സെലക്ട് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇതൊരു കുഞ്ഞാണെന്ന്.
പക്ഷേ എൻ്റെ ഒരു നിർഭാഗ്യവശാൽ എനിക്ക് ചെറിയ റൂം കിട്ടിപ്പോയി. പിന്നെ ദാറ്റ്സ് ഗുഡ്, എനിക്ക് പിന്നെ പ്രശ്നമൊന്നുമില്ല അതിൽ. അപ്പോൾ ഇനി ഈ ഒരു വോൾ നേരെ പോകുന്നതായിരിക്കും എൻ്റെയും അപ്പുറത്തുള്ള അനിയത്തിയുടെ റൂമിൻ്റെയും പാർട്ടീഷൻ വരുന്നത്. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് പോവാം. അപ്പോൾ ഇതാണ്. അപ്പം നമ്മൾ നേരത്തെ കണ്ട ജനലില്ലേ, ആ ജനലൊക്കെ നമ്മൾ മാറ്റി നേരെ എനിക്ക് കാണുന്ന സൂര്യനൊക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ജനൽ വരുന്നത്. ഇതൊക്കെ നമ്മളിപ്പോൾ ക്ലോസ് ഡൗൺ ചെയ്യും. നമ്മൾ പുറത്തുനിന്ന് കണ്ട വ്യൂ ഇതുപോലത്തെ ആയിരുന്നു. അപ്പോൾ ഇവിടെ നമ്മളൊരു ലോങ് വിൻഡോ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് നേരത്തെ ഒരു ജനൽ ഉണ്ടായിരുന്നില്ലേ, ആ ജനലൊക്കെ നമ്മൾ മൊത്തത്തിൽ ക്ലോസ് ചെയ്തേക്കാണ്. അതാകുമ്പോൾ നമുക്ക് റൂമിന് കുറച്ച് ലെങ്ത്ത്, ഈ ഒരു ഇത്രയും ഒരു ലെങ്ത്തും കൂടെ നമുക്കിവിടെ പാരലായിട്ട് ഇങ്ങനെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ലെങ്ത്തിൽ നമ്മൾ ജസ്റ്റ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതതുപോലെ നമ്മൾ ലോങ് വിൻഡോ ചെയ്തേക്കാണ്, ഒരു ഫ്രഞ്ച് വിൻഡോ പോലെ ഒരു ലോങ് വിൻഡോ. ഇതൊക്കെ നമ്മൾ കെട്ടി മൂടും. അത് കഴിഞ്ഞിട്ട് എൻ്റെ വാഷ്റൂം പിന്നെ വരാൻ പോകുന്നത് ഇതൊക്കെ എൻ്റെ റൂമിൻ്റെ കൂടെ ആയിരിക്കും കേട്ടോ ചേരുന്നത്. ഇതെൻ്റെ ഒരു വാക്കിംഗ് വാർഡ്രോബ് ആയിരിക്കും. നിങ്ങളിപ്പോൾ ഈ കാണുന്ന എന്താ പറയുക, ഈ ഒരു ഏരിയ ഇല്ലേ, ഇവിടെ നിന്ന് നേരെ ഈ ചോര നേരെ അങ്ങോട്ടേക്ക് പോകും. ഇതെൻ്റെ ഒരു വാക്കിംഗ്, ഈ ഒരു ഡിസ്റ്റൻസിൽ എൻ്റെ ഒരു വാക്കിംഗ് എന്താ പറയുക വാർഡ്രോബ് ആയിരിക്കും. സോ ഐ വാക്ക് ഇൻ ദിസ് പ്ലേസ്. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ഈ ഒരു മതിൽ മൊത്തം ഇവിടെ നിന്ന് പോവും. കാരണം അവിടെയൊക്കെ ഓൾറെഡി പൊളിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് ഈ മതിൽ മൊത്തത്തിൽ പോവും. എന്നിട്ട് നമുക്ക് ആ റൂമിൻ്റെ ആ കോർണറില്ലേ, ആ കാണുന്ന കോർണർ, ആ കോർണറിൻ്റെ അവിടെ നിന്ന് നമുക്ക് നേരെ പോകുന്നൊരു വാക്കിംഗ് ആയിട്ടുള്ളൊരു സെറ്റപ്പ് ആയിരിക്കും. വാക്കിംഗ് വാർഡ്രോബ് നമ്മൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ റൂം. ആക്ച്വലി ഇപ്പം നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഇതുപോലെ ഫുൾ മാറ്റം വന്നു. ഇത് ജസ്റ്റ് ഒരു ഫസ്റ്റ് ഫേസ് ഓഫ് ട്രാൻസ്ഫോർമേഷനാണ്. ഇത് മൊത്തത്തിൽ ആയിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോൾ യൂണിറ്റ് വരുന്നത്. ആ ടി വി യൂണിറ്റ് നമ്മളിവിടെ ആയിരിക്കും ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എനിക്കൊരു എൻ്റെ റൂമിലൊരു ടി വി യൂണിറ്റ് കാണും. അപ്പോൾ അതിനൊരു എന്താ പറയുക, ഒരു ആർക്കിടെക്ചർ വർക്കൊക്കെ വേണം, എവിടെ വെക്കണം, എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഒരു ഐഡിയ അവർ പറഞ്ഞുതരാം. അതുപോലെ നമുക്ക് ചെയ്യാം. എൻ്റെ റൂമിൻ്റെ അകത്തൊരു ടി വി യൂണിറ്റ് ഒരു അനിയത്തിക്കും വരുമായിരിക്കും. ഇൻ കേസ് ഇഫ് അവൾക്കും വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ മെയിൻ ഒരു ഹോളിൻ്റെ ടി വി യൂണിറ്റ് ഇവിടെ ആയിരിക്കും വരുന്നത്. ഇവിടെ നമുക്ക് ജസ്റ്റ് സോഫാസും കാര്യങ്ങളൊക്കെ ഇവിടെ ഇടാം. ഇവിടെ മോസ്റ്റ്ലി ഡൈനിങ് സ്പേസ് ഉണ്ടാവില്ല, കാരണം ഡൈനിങ്ങൊക്കെ മുകളിലാണ്. ഇവിടെ കിച്ചൺ നമ്മൾ ചെയ്യുന്നില്ല. ഇത് കിച്ചണിൻ്റെ ഡോറാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ കിച്ചൺ റിനോവേറ്റ് ചെയ്യുന്നില്ല. കാരണം ഫ്യൂച്ചറിൽ എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ആകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അത് നമുക്കൊരു സീക്രട്ട് ആയിട്ട് വയ്ക്കാം നമ്മുടെ ചാനലിൽ. അപ്പോൾ ഈ കാണുന്ന ഇത് ആക്ച്വലി ഈ കാണുന്നതും അതുപോലെ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചിട്ടില്ല, എൻ്റെ റൂമിൽ നിന്ന് കാണിച്ചെന്ന ഈ വാഷ്റൂമിൻ്റെ മുകളെന്ന് പറയുന്നത് ആക്ച്വലി സ്റ്റെയർ ആയിരുന്നു. ഈ സ്റ്റെയർ വഴിയാണ് നമ്മൾ നേരത്തെ മുകളിൽ പോയിക്കൊണ്ടിരുന്നത് എൻ്റെ വീടിൻ്റെ. അത് നമ്മളിപ്പോൾ ഈ ഒരു എന്താ പറയുക കോൺക്രീറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ രണ്ട് രീതിക്ക് ആക്കിയേക്കുന്നത് എൻ്റെ വീട്. വിച്ച് മീൻസ് മുകളിൽ ഒരു ഇതുപോലെ താഴെ ഇതുപോലെ. പക്ഷെ നമ്മളിങ്ങനെ റെൻറ്റിനും കാര്യങ്ങളും കൊടുക്കാറില്ല. ഇറ്റ്സ് ബീൻ ഒരു 10-12 കൊല്ലമെങ്കിലും ആയിട്ടുണ്ടായി ഈ വീട് ഇങ്ങനെ ഈ ഒരു ഫ്ലോർ ഇങ്ങനെ വെറുതെ കിടക്കുന്നു. അതാണ് പിന്നെ നമ്മൾ റെനോവേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്, മൊത്തത്തിൽ ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട്. അപ്പോൾ ഇനി ഞാൻ കയറി ചെല്ലാൻ പോകുന്നത് എവിടെയാണെന്നറിയോ? അതെ, ഈ റൂമിലാണ്. ഈ റൂമാണ് ആക്ച്വലി അനിയത്തിയുടെ റൂം വരുന്നത്. വിച്ച് ഇസ് വെരി വെരി സ്പേസസ്. നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത്രയും നീണ്ട, എൻ്റെ റൂം അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല സ്പേസസ് ആണ്. അവൾക്കും ഈ വോള്, നിങ്ങൾ ഈ കാണുന്ന ഈ വോള് ആ അറ്റം തൊട്ട് ഇത്രയും അറ്റം വരെ അവൾക്കും പോകും. അവൾക്ക് പോയിട്ട് അവൾക്ക് മെയിൻ ആയിട്ട് വരാൻ പോകുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആയിരിക്കും. അനിയത്തിക്ക് ഈ ഒരു ഏരിയയും കൂടെ അവൾക്ക് ഫ്രീ ആയിട്ട് അവൾക്ക് കിട്ടും. അപ്പോൾ ഇത്രയും ഏരിയ അവൾക്ക് പിന്നെ കുറച്ചും കൂടെ അവൾക്ക് കിട്ടണം. ഇതാണ് അവളുടെ റൂം. നേരത്തെ ഒരു വീട് ഞാൻ ഈ റൂമിൽ എടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ റൂമിന് മാത്രമേ എടുത്തിട്ടുള്ളൂ. പക്ഷേ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഈ എന്താ പറയുക, ഈ ജനൽ, ഈ വിൻഡോ വരുന്നത് ഈ ഒരു സൈഡിലായിരുന്നു. ഇവിടെ നിന്ന് ഊരിയിട്ട് നമ്മൾ ആ സൈഡിൽ വെച്ചു. കാരണം ഇതിൻ്റെ ഇവിടെ നിന്ന് ഇത്രയും ബാക്ക് സൈഡിലായിരിക്കും അനിയത്തിയുടെ വാഷ്റൂം വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവം. ആക്ച്വലി എക്സ്പെക്റ്റ് ചെയ്തതിനേയും കാട്ടിലുമൊക്കെ സ്പീഡപ്പായിട്ട് നമുക്ക് എല്ലാ റെനോവേഷൻസും നടക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ആക്ച്വലി 5th ഡേ ആണ്. ഇന്ന് മൺഡേ ആണ്. കഴിഞ്ഞ ആഴ്ച 5 ദിവസം അവർ പണിയെടുത്തതാണ്. അപ്പോൾ ആക്ച്വലി ഇന്ന് 5ാമത്തെ ദിവസം കൊണ്ട് ഇത്രയും മാറ്റങ്ങൾ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് ഇറ്റ്സ് ഗ്രോയിങ് ഗുഡ്. നല്ല രീതിയിൽ സ്പീഡപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വിയർക്കുവാണ്. എനിക്ക് ആക്ച്വലി അധികം വിയർക്കാൻ പാടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇതായിരിക്കും നമ്മുടെ ഒരു ഹോം ടൂർ, ഹോം റെനോവേഷൻ്റെ ഒരു ചെറിയ വീഡിയോ. കാരണം ഇങ്ങനെയൊക്കെയാണ് സംഭവം നടക്കുന്നത്. ഇത് എനിക്ക് ഏകദേശം ഒരു ഐഡിയ വരുന്നത് മോസ്റ്റ്ലി നമ്മുടെ ഒരു ഫ്ലോർ പ്ലാനൊക്കെ വെച്ച് നമ്മൾ ഇൻറ്റീരിയറൊക്കെ എങ്ങനെ ചെയ്യുമെന്ന് നോക്കിയിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും അതൊക്കെ നോക്കാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെനോവേഷൻസ്, വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും സ്റ്റേ ട്യൂൺ. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ബൈ ഫ്രം സുഭാൻ.